നമസ്കാരം. തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് CPM ദിവസേന എന്തെങ്കിലും കേൾക്കുന്ന ഓപ്പോസിഷൻ ലീഡറെ, പുതിയ ഓപ്പോസിഷൻ ലീഡർ ആരായിരിക്കണം? ശ്രീ പിണറായി വിജയനാണെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ആ പേരിനെ ചൊല്ലി CPM-ലെ കോലാഹലം ഇതുവരെ തീർന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. 2-3 ദിവസമായി മാതൃഭൂമിയിലും മനോരമയിലും ന്യൂസുകൾ വരുന്നുണ്ട്. PB, അതായത് സെൻട്രൽ PB പോളിറ്റ് ബ്യൂറോ പോലും ഡിവൈഡഡ് ആയിരുന്നു. ഇതിൽ വോട്ടെടുപ്പ് വരെ നടന്നു എന്ന് 2 പത്രങ്ങളും, ഒരു പത്രം മാതൃഭൂമി പേരുകൾ ആരൊക്കെ പിണറായിയെ പിന്തുണച്ചു, ആരൊക്കെ എതിർത്തു എന്നുള്ള പേരുകൾ പോലും കൊടുക്കുന്നു. പക്ഷെ ഞാൻ ഇന്ന് സെൻട്രൽ കമ്മിറ്റി മെമ്പറായ ശ്രീമതി ശൈലജ ടീച്ചർ പറയുന്ന കേൾപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം പറയാണ്, പോളിറ്റ് ബ്യൂറോയിലെ ഒരേ ഒരു മെമ്പറാണ് ഇവിടെ കേരള നിയമസഭയിലുള്ളത്, അത് പിണറായി വിജയനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുക്കും. പക്ഷെ പോളിറ്റ് ബ്യൂറോ 75-ാം വയസ്സിൽ എല്ലാവരും റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രകാശ് കാരത്തും ബൃന്ദാ കാരത്തും ഉൾപ്പെടെ മാറി നിൽക്കുന്നു. 80-81 കടക്കുന്ന ശ്രീ പിണറായി വിജയന് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഒരു എക്സെപ്ഷൻ കൊടുത്തിരുന്നത്. അതാരും പറയുന്നില്ല എന്നുള്ള ഒരു സത്യം, ഒരു പ്രപഞ്ച സത്യം കൂടെ നമ്മൾ കാണുന്നത് രസകരമാണ്. അതായത് ബാക്കി എല്ലാ നേതാക്കൾക്കും ആപ്ലിക്കബിൾ ആയ 75 അത് മാറ്റി നിർത്തിയിരുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, കണ്ടിന്യൂ ചെയ്യട്ടെ എന്നുള്ള മട്ടിലായിരുന്നു. അതുപോലും മറന്നുകൊണ്ട് ഈ ഒരു വ്യക്തി പൂജ നടത്തുന്നത് എന്താണ് കാണിക്കുന്നത്? താങ്കൾ ഈ വ്യക്തിപൂജക്കെതിരെ വളരെ ശബ്ദമുണ്ടാക്കിയ ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം താങ്കൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. ഞാൻ താങ്കളോടൊരു സൂചന തരികയാണ്. CPIM-ന്റെയും ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെയും ചരിത്രത്തിൽ നിർണായകമായ ഒരു ആഴ്ചയാണ് തുടങ്ങുന്നത്. ഇതാദ്യം ഇത് സഖാവ് പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിനപ്പുറം CPM-നെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ വരുന്ന ആഴ്ച വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിധി നിർണായകമാണ്. കാരണം 21-ാം തീയതി പുതിയ നിയമസഭ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. മുൻ കമ്മ്യൂണിസ്റ്റ് CPM നേതാവ് G. സുധാകരൻ സഖാവ് പിണറായി വിജയന് സത്യപ്രതിജ്ഞ ഓതിക്കൊടുക്കുന്ന ഐറോണിക് ആയിട്ടുള്ള രാഷ്ട്രീയ അർത്ഥഗർഭമായ ആ നിമിഷം 21. ഞാൻ പറയുന്ന ഡേറ്റുകൾ പറയാൻ ഒന്ന് ഓർക്കാനും കൂടി ഈ പ്രേക്ഷകർക്ക് അനുവാദിക്കണം. 21-ന് സഖാവ് പിണറായി വിജയൻ അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുമോ? ചെയ്യാൻ സാധ്യത ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പാർട്ടിയുടെ അടുത്ത സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗ്, കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗ് ഡൽഹിയിൽ 22-ാം തീയതി, നിർണായകമായ കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗ് 22 മുതൽ 24 വരെ. താങ്കൾക്ക് ഇത് അറിയുമായിരിക്കും ഡൽഹിയിലുള്ളത് കൊണ്ട്. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് കൂട്ടി വായിക്കാൻ കഴിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പരത്തി പറയുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് പൂർണ്ണ വിവരമില്ലെങ്കിൽ നമ്മളുടെ സംഭാഷണം മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോ 21-ാം തീയതി ഈ നിയമസഭയിൽ, പുതിയ നിയമസഭയിൽ സഖാവ് പിണറായി വിജയൻ MLA ആയി സ്ഥാനം ഏറ്റെടുക്കുമോ? അതിനുശേഷമാണ് പ്രതിപക്ഷ സ്ഥാനം, നേതൃത്വസ്ഥാനം. അത് പാർട്ടിയുടെയാണ്. പാർട്ടി സ്പീക്കറെ അറിയിക്കുക മാത്രമേ വേണ്ടൂ. ഇനി അറിയിച്ചിട്ടുണ്ടോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ തന്നെ ഇനി അറിയിക്കുന്നതിനുള്ള വ്യവസ്ഥയില്ല. കാരണം അദ്ദേഹം ഇപ്പോഴും MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അപ്പൊ സഖാവ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് സെൻട്രൽ കമ്മിറ്റിക്ക് മുമ്പുള്ള PB-യിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തുമോ? 22. താങ്കൾക്കറിയാം, താങ്കൾക്ക് അവിടെ നിന്ന് മോണിറ്റർ ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്. അതുണ്ടാകുമോ? എന്ത് പശ്ചാത്തലത്തിലാണ് ഈ സെൻട്രൽ, നമ്മുടെ നിയമസഭയിലെ സഖാവ് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ഈ ധർമ്മസങ്കടം താങ്കൾക്ക് ഇപ്പൊ മനസ്സിലാവും എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഇല്ലാതെയാണ് താൻ പ്രതിപക്ഷ നേതാവാകുന്നത് എന്ന് ഇന്ന് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല. ഇതിനകം അദ്ദേഹത്തിനും അറിയാം പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയും
പാർട്ടിക്ക് വോട്ട് ചെയ്തവരുടെ പൂർണ്ണ പിന്തുണയും ഇല്ലാതെയാണ് സ്വന്തം പാർട്ടിയുടെയും സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്തവരുടെയും പൂർണ്ണ പിന്തുണ ഇല്ലാതെയാണ് താൻ MLA ആയി അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷ നേതാവായി സ്വീകരിക്കുകയാണെങ്കിൽ, വീണ്ടും സ്വീകരിക്കുമോ എന്ന് ഉറപ്പില്ല, അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ അടുത്ത ആഴ്ചയെക്കുറിച്ച്. അത് അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് അങ്ങനെ ഒരു അവസ്ഥയിൽ തുടരുമോ? 2, ഈ നിർണായകമായ സെൻട്രൽ കമ്മിറ്റി CPM-ന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രതിസന്ധി പരിഹരിക്കാനാണ് കൂടുന്നത്. കാരണം കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോയുടെ ഔദ്യോഗിക യോഗത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി MAB പാർട്ടി ജനറൽ സെക്രട്ടറി അധ്യക്ഷത വഹിച്ച കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിന് വിരുദ്ധമായി, അതിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി സഖാവ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അതായത് പാർട്ടി എടുത്ത തീരുമാനത്തിനെ പാർട്ടി ജനറൽ സെക്രട്ടറി കൂടി ഇരുന്നു കൊണ്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന്റെ സെക്രട്ടേറിയറ്റ് തള്ളുകയാണ്. അതുകൊണ്ടാണ് ഓൺലൈൻ മീറ്റിംഗ് സഖാവ് ബേബിക്ക് നടത്തേണ്ടി വന്നത്. ഇത് പാർട്ടി സംഘടനാ രൂപം അറിയുന്നവർക്കറിയാം, താങ്കൾക്കറിയും, പക്ഷെ എനിക്കും ഒരു പക്ഷേ അറിയാൻ കഴിയും, പക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് വിശദീകരിക്കാൻ, ഇടപെടാതെ വിശദീകരിക്കാൻ, ഒന്ന് സംസാരിച്ചതിന് ശേഷം താങ്കൾ സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാം. അപ്പോൾ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സെൻട്രൽ കമ്മിറ്റിക്ക് പകരം അതിനെ പ്രതിനിധീകരിച്ച് ദൈനംദിന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പോളിറ്റ് ബ്യൂറോവിന്റെ പൊതുനിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഒരു ശക്തമായ സംസ്ഥാന ഘടകത്തിന്റെ സെക്രട്ടേറിയറ്റ് ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൂടി ഇരുന്നു കൊണ്ട് ആ തീരുമാനത്തിന് വിരുദ്ധമായി സഖാവ് പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സഖാവ് ബേബിക്ക് ഓൺലൈൻ വോട്ടെടുപ്പ്, അടിയന്തര ഓൺലൈൻ വോട്ടെടുപ്പ് ചെയ്യേണ്ടി വന്നത്. ഇനി അത് അവിടെ നിൽക്കട്ടെ. ആ ഓൺലൈൻ വോട്ടെടുപ്പിൽ 18 അംഗങ്ങളാണ് പോളിറ്റ് ബ്യൂറോയിലുള്ളത്. ഞാൻ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾക്ക് ഇത്ര സൂക്ഷ്മമായി ജനങ്ങളെ അറിയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും പറയില്ല. കാരണം 18 പേരാണ് ആകെ PB അംഗങ്ങൾ. ഓൺലൈനായിട്ട് സഖാവ് ബേബിക്ക് അഭിപ്രായം ചോദിക്കാൻ പറ്റിയത് 17 പേരാണ്. അതിൽ അഭിപ്രായം രേഖപ്പെടുത്താത്ത സഖാവ് വാസുകി, തമിഴ്നാട്ടിൽ നിന്നുള്ള വാസുകി എന്ന പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഇനി പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ഞാനത് ലളിതമാക്കുകയാണ്. സഖാവ് വാസുകിയെ വോട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ പിണറായി ആയിക്കൂട എന്ന രാഷ്ട്രീയ അഭിപ്രായമുള്ള ഒരു സഖാവാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്നതിന്റെ ഒരു ചരിത്രമുണ്ട്, അതൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അവർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ പിണറായിയെ പ്രതിപക്ഷ നേതാവായി ആക്കിക്കൂടാ എന്ന കേന്ദ്ര എന്ന് തീരുമാനിക്കുമ്പോൾ കൊടുത്ത നിർദ്ദേശം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശത്തിനൊപ്പം നിൽക്കുമായിരുന്നു. അപ്പോൾ ഏറെന്നുള്ളത് 8 ഇനി ഒരു കാര്യം കൂടി, ഇതിൽ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സഖാവ് ബേബി, ഞാൻ ഈ ഓൺലൈൻ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ല, ഞാൻ ഇതിൽ ജനറൽ സെക്രട്ടറിയാണ്, ഞാൻ അതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ 9-9 അല്ലെ? ഇതാണ് ഈ പിക്ചർ. നിങ്ങൾക്ക് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ അറിയാൻ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, കാരണം അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇനി ചരിത്രം ഉണ്ടാവാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ പത്രങ്ങളിൽ എഴുതിയത് കൊണ്ട് CPM-ൽ സംഘടനയിലെ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ അടുത്ത ഞാൻ ഒന്ന് കേട്ടത് ഈ സ്വന്തം കാര്യത്തിന് വേണ്ടി അദ്ദേഹം കൈപൊക്കിയെന്നാണ് പറയുന്നത്. അത് തീർച്ചയായും പിണറായി കൈപൊക്കിയല്ലോ. സ്വന്തം സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം കൈപൊക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ 10 കിട്ടുക? അപ്പോൾ തോറ്റു. അദ്ദേഹവും കൈപൊക്കിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ കഴിയുകയില്ല. ഈ പറയുന്ന ഈ സാഹചര്യങ്ങൾ ഞാൻ പറയുന്ന സഖാവ് വാസുകി MA ബേബി ഒരു നിഷ്പക്ഷ നിലപാട് എടുക്കുകയായിരുന്നെങ്കിൽ സഖാവ് പിണറായി വിജയൻ നൈതികമായി ധാർമ്മികമായി എന്നെക്കുറിച്ചുള്ള കാര്യത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല. ഇത് ലളിതമായ യാഥാർത്ഥ്യമാണ്. അല്പമെങ്കിലും സംഘടനാ രീതി അറിയുന്നവർക്കും അല്പമെങ്കിലും കണക്കറിയുന്നവർക്കും, അത് വേണ്ട സംഘടനാ രീതി അറിയണ്ട, കണക്കറിയുന്നവർക്കും അറിയാം അദ്ദേഹം ഈ പദം ചോദിച്ച് നിർബന്ധപൂർവം വാങ്ങിയെടുത്തതാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല.
മറ്റേത് പാർട്ടിയുടെ ഒരു പൊതു ധാർമ്മികതയ്ക്കോ പാർട്ടിയുടെ അച്ചടക്കത്തിനോ പുറത്ത് അത് എന്ത് കാരണം കൊണ്ടായാലും ആ കാരണങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കേണ്ടി വരും. അദ്ദേഹം ഇതിന് എന്താണ് ഇത്ര നിർബന്ധം പിടിക്കുന്നത്? ഒരു പാർട്ടിക്കകത്തെ ഈ സ്ഥാനത്തിന് വേണ്ടി സഖാവ് പിണറായി വിജയൻ എന്തിനാണ് ഇത്ര ഈ രാഷ്ട്രീയമായ മുൻ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ഒരുപക്ഷെ നമുക്ക് പച്ച മലയാളത്തിലല്ലെങ്കിൽ നിർലജ്ജം, എന്തിനാണ് സ്വയം ഒരു സ്ഥാനത്തിന് വേണ്ടി കൈപൊക്കിയത്? ഇത് വളരെ നിർണായകമായ ചോദ്യമാണ്. അത് ചരിത്രം, ഈ വരാൻ പോകുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അതിന്റെ മുഴുവൻ കഥ താനേ പറയും. അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സെൻട്രൽ കമ്മിറ്റിക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, ഇല്ലേ? തങ്ങളുടെ മുൻ തീരുമാനത്തിന്, പാർട്ടി നേതൃത്വം തീരുമാനത്തിന് വഴങ്ങാതെ പോളിറ്റ് ബ്യൂറോ അംഗം, അത് പ്രായപരിധിക്ക് കഴിഞ്ഞ് മുഖ്യമന്ത്രിയാണെന്നുള്ളതിന്റെ പേരിലുള്ള പ്രായപരിധിയുടെ സൗജന്യം ആസ്വദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആയ പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് മാറി വേറൊരു സ്ഥാനത്ത് എത്തിയിട്ടുമില്ല. അതും താങ്കൾ മറക്കരുത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടുമില്ല. അപ്പോൾ ഈ 75 വയസ്സിന്റെ ആ പരിമിതി ആസ്വദിച്ചുകൊണ്ട് അതിന്റെ എക്സെപ്ഷൻ, അതിന് കൊടുത്ത എക്സെപ്ഷൻ ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം തുടരാൻ ശ്രമിക്കുന്നു. ഇത് ഒരു പാർട്ടി ഒരു വലിയ കുറ്റമായിട്ട് കാണുമെന്നാണ് എനിക്ക് അതിൻ്റെ അകത്തുള്ള പാർട്ടിയുടെ ആഭ്യന്തര സംസ്കാരം, പ്രവർത്തന സംസ്കാരം കുറച്ചൊക്കെ അറിയുന്നത് കൊണ്ട് തോന്നുന്നു. ഈ സെൻട്രൽ കമ്മിറ്റിയിൽ ഇനി ഈ പറയുന്നതിന് ഇതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാക്കിയതുപോലെ ഒരു പിണറായി അനുകൂല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുമോ, അതുണ്ടാവുമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ സെൻട്രൽ കമ്മിറ്റിയിലെ എത്രയോ വലിയ ഒരു ഇതിനേക്കാൾ കൂടുതൽ PBയേക്കാൾ വലുത് എത്രയോ 63 എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള സംഖ്യ അറിയില്ല. പക്ഷെ അതിലും കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഒരു 10-12 പേരുണ്ടെന്നാണ് എനിക്ക്. ആ കണക്കുകൾ തെറ്റുകയാണെങ്കിൽ എന്നെ ക്ഷമിക്കണം. പ്രായം കൊണ്ട് എനിക്കതിന്റെ ഓർമ്മ കൃത്യമായിട്ട് കിട്ടുന്നില്ല, ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. പഠിച്ചു വന്നിരുന്നെങ്കിൽ അതും കൃത്യമായി ഞാൻ പറഞ്ഞു. അവരുടെ അഭിപ്രായത്തിനോടൊപ്പം സെൻട്രൽ കമ്മിറ്റി നിൽക്കുമോ? മാത്രമല്ല സാർ, ഒരു എക്സെപ്ഷൻ 75-ന് ശേഷം മുഖ്യമന്ത്രി ആയിട്ട് കിട്ടിയ ആൾക്ക് വേറൊരു എക്സെപ്ഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നും നമുക്കറിയില്ല. ഒരു ബോഡി കൊടുത്തിട്ടില്ല, പോളിറ്റ് ബ്യൂറോയോ സെൻട്രൽ കമ്മിറ്റിയോ കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം സ്വയം അങ്ങ് അവരോധിക്കുകയാണ്. എനിക്കിത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സീനിയർ ആള് പറഞ്ഞു കഴിഞ്ഞാൽ, അത് താങ്കൾ പറഞ്ഞ പോലെ പാർട്ടിക്കും കൂടെ നിൽക്കുന്നവർക്കും ഒക്കെ ഒരു ക്രൈസിസിന്റെ പാർട്ടിയുടെ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അടി തൊട്ട് മുടി വരെയുള്ളവരുടെ കേരളത്തിലെ 5 ലക്ഷം സഖാക്കൾ, പാർട്ടി അംഗങ്ങളുടെ പ്രതിസന്ധി. അത് വെറും പത്രം, ഈ നമ്മുടെ മാധ്യമ രാത്രി ചർച്ചകളിൽ ഇതിന്റെ ഹൃദയത്തിലേക്ക് അവർ കടക്കാൻ കഴിയുകയില്ല. ഈ ദിവസങ്ങൾ പാർട്ടി സഖാക്കൾ കേരളത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധർമ്മസങ്കടം മാധ്യമങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റുകയില്ല. കേരളത്തിലെ ഏറ്റവും സുസംഘടിതമായി ഇതുവരെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി അംഗങ്ങൾ, അനുഭാവികളുടെ കാര്യം പോകട്ടെ, അവർക്ക് കുറച്ചെങ്കിലും ഇങ്ങനെ നമ്മളെ പോലെ സംസാരിച്ചുകൊണ്ട് അതിന് സ്വാതന്ത്ര്യം അനുഭവിക്കാം. എന്നാൽ ഇപ്പോഴും അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥതയുള്ള 5 ലക്ഷം പേർ ദിവസവും പത്രങ്ങളിൽ അവരുടെ ഉയർന്ന കമ്മിറ്റികളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പരസ്യമാവുന്നു. പോളിറ്റ് ബ്യൂറോയിലെ വോട്ടെടുപ്പിന്റെ കണക്ക് ജനങ്ങൾ പറയുന്നു, അത് തെറ്റാണെന്ന് നേതൃത്വം പറയുന്നില്ല. എന്നാൽ ഈ 5 ലക്ഷം പേരും കമ്മിറ്റികളുമെല്ലാം നിശബ്ദമായി ജനങ്ങളുടെ മുഖത്ത് നോക്കാനാവാതെ, കണ്ണിൽ നോക്കാനാവാതെ ബഹുജനങ്ങളുടെ അവർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കഴിയുകയാണ് കേരളത്തിൽ. താങ്കൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഒരു പരിപാടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പോൾ നടക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് സമ്മേളനങ്ങളുമാണ്. സെൻട്രൽ കമ്മിറ്റിക്ക് മുമ്പ് താഴെയുള്ള ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ തുടങ്ങാൻ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മൾ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും കേട്ട കാര്യങ്ങളെല്ലാം കേരളത്തിലെ CPM-നെ സ്നേഹിക്കുന്ന ഓരോ അനുഭാവിയും കുറഞ്ഞത് കഴിഞ്ഞ 5 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് മറക്കരുത്. അതിന്റെ പേരിൽ ചാപ്പയടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് പറയാനുള്ള അർഹതയുണ്ട്. ഈ പോക്ക് ശരിയല്ല.
CPM-ന്റെ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ കോർപ്പറേറ്റുകൾക്കുള്ള വികസനത്തിന്റെ അതേ മാതൃകയാണ്. കേരളത്തിന് പറ്റിയതല്ല. ഉമ്മൻചാണ്ടിയോട് ചെയ്തത് മുഴുവൻ ശരിയായിരുന്നില്ല. എന്തിന്? നമ്മളുടെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ് ഈ ജമായത്തെ ഇസ്ലാമി ഉമ്മാക്കി കാണിച്ച് കേരളത്തിൽ RSS BJPയെ സഹായിക്കുന്നത്. ഇതൊക്കെ ഞാൻ തന്നെ കഴിഞ്ഞ 5 വർഷങ്ങളിലായി എന്റെ ചെറിയ പരിമിതമായ രീതിയിൽ, ഞാനൊരു സ്ഥാനത്തുള്ളയാളോ ഞാനൊരു പ്രശസ്തനോ അല്ല, പക്ഷെ അതുകൊണ്ട് എന്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് പറഞ്ഞ ആളാണെന്നുള്ളതിന്റെ ധാർമ്മികതയിലാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. അതെല്ലാമാണ് ഞാൻ ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും കേൾക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഒരു സാധാരണ? ഞാനിപ്പോ പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്ന ആളല്ല, എനിക്ക് പാർട്ടിയിൽ സ്ഥാനമൊന്നുമില്ല, ഞാൻ പാർട്ടിയിൽ നിന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല, അപ്പൊ അത് കിട്ടിയിട്ടുമില്ല. പക്ഷെ പാർട്ടിയിൽ വിശ്വസിച്ച് പാർട്ടി അംഗമായി പാർട്ടിക്ക് പ്രതിനിധീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ലക്ഷക്കണക്കിന് സഖാക്കളില്ലേ? അവർക്ക് ഈ സെൻട്രൽ കമ്മിറ്റിക്ക് മുമ്പ് ഇത് ഇപ്പോൾ ഏരിയ കമ്മിറ്റി ആവുമ്പോൾ ഇത് കൂടുതൽ മോശമാവാൻ പോവുകയാണ്. ഇതോ ജില്ലാ തലത്തിലുള്ള കാര്യങ്ങൾ, ഏരിയ കമ്മിറ്റി വരുമ്പോൾ കൂടുതൽ വൃത്തികേടുകൾ പുറത്തു പറയും. കാരണം പ്രാദേശികമായ അന്യോന്യമുള്ള വിഴുപ്പലക്കൽ കൂടും. എന്നാൽ ലോക്കൽ കമ്മിറ്റി വരുമ്പോൾ ഞാനും നിങ്ങളും സംസാരിക്കുന്നത് പോലെ സഖാക്കൾ പറയും. ഒന്നും നേടാനില്ലാത്ത ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പറയും, ഞങ്ങൾ ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു ഈ വ്യക്തിപൂജയിലും ഈ പിണറായി വിജയനെ ചുറ്റുമുണ്ടായ ആ കോക്കസിന്റെ ഭരണത്തിൽ ഉദ്യോഗസ്ഥന്മാരും വളരെ 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 സ്വാർത്ഥ താല്പര്യമുള്ള വളരെ മുതിർന്ന IAS ഉദ്യോഗസ്ഥന്മാരും പിണറായി വിജയന്റെ പെട്ടി താങ്ങികൾ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ വേറൊരു രാഷ്ട്രീയ ഭൂതകാലവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയവരുടെ അവർ ഹൈജാക്ക് ചെയ്ത ഒരു പാർട്ടിയാണ്. അവർ ഹൈജാക്ക് ചെയ്യപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അംഗങ്ങൾ അവരുടെ മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തി ലോക്കൽ കമ്മിറ്റികളിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ അറിയാം. കാരണം ഞാൻ ലോക്കൽ കമ്മിറ്റി അംഗമല്ലെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ എന്റെ സുഹൃത്തുക്കളും ദൈനംദിന ഞാനുമായി ആശയവിനിമയം ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് വരാനിരിക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം കൂടി പറയാം. ഇതേ സംഗതി ഞാന് 2-3 വർഷമായി എൻ്റെ കൂടെ പഠിച്ച ഒരു പ്രീ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ഒരു കൊളീഗ്, അദ്ദേഹം ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അതിൽ നിന്നും മാറി നിന്നു. ഈ പ്രാവശ്യം അദ്ദേഹം ഇതേ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്ന പാർട്ടി അംഗത്വം പോലും പുതുക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി, അതിൻ്റെ പേരിൽ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അതുകൊണ്ട് പാർട്ടി ഇത് ഉപയോഗിച്ചിട്ട് പാർട്ടി അംഗത്വം പുതുക്കുകയും ചെയ്തില്ല. പക്ഷെ അദ്ദേഹം താങ്കൾ പറയുന്ന ഇതേ സംഗതികൾ ഞാൻ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയിൽ നിന്നും വളരെ കൃത്യമായി കേട്ടിട്ടുണ്ട്. അത് കാര്യം വെച്ചാൽ അദ്ദേഹം പറയുന്നത്, ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നു, ഞാൻ എൻ്റെ പൈസ ചിലവാക്കി പാർട്ടിയിൽ നിന്ന് ഞാൻ ഒരു പൈസ മേടിച്ചിട്ടില്ല. അതെല്ലാം ചെയ്തത് എൻ്റെ കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ്, അല്ലാതെ പാർട്ടിയിൽ നിന്നും എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചല്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും വേറെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ, ഞാനതാണ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരാണോ തീർച്ചയായിട്ടും താങ്കളുടെ കൂട്ടുകാരനെ പോലെയുള്ള ലക്ഷക്കണക്കിന് അനുഭാവികൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമില്ലെങ്കിൽ ഇതിവിടെ RSS ഫാസിസ്റ്റ് ഭരണമായിരിക്കും എന്ന് കൃത്യമായി തിരിച്ചറിയുന്ന ആളുകൾ. എന്തിനു കോൺഗ്രസിലും മറ്റു കക്ഷികളിൽ പോലും സ്ഥിരം പറയുന്ന CPM നശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരെന്താണ് പറയുന്നത്? തന്റെ എതിർ ശൈലിയിലുള്ള കോൺഗ്രസ്സുകാരെത് പറയുമ്പോൾ അവർ പറയുന്നത് ഫാസിസത്തിനുള്ള ബദലിൽ CPM ഉണ്ട്. CPM ഇല്ലാത്ത ഒരു കേരളത്തിന് ഹിന്ദുത്വ ഫാസിസ്റ്റ് യൂണിയൻ ഭരണ ഹിന്ദുത്വ ഫാസിസത്തെ കേരളത്തിൽ തടുക്കുവാൻ ബുദ്ധിമുട്ടാണ് എന്ന അറിവ് അതിൽ നിന്നാണ്, ആ രാഷ്ട്രീയത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ഇത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് പാർട്ടി നന്നായാൽ പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. അത് വേറൊരു കാര്യം. കാരണം എനിക്ക് പാർട്ടിയുമായി അങ്ങനെ താങ്കൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഞാൻ വേറൊരു മനുഷ്യനല്ല താങ്കൾ സംസാരിക്കുന്നത്.
ഞാൻ ഒരു കൃത്യമായ CPM ആഭ്യന്തര കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് വ്യക്തിപൂജക്കെതിരെയും പാർട്ടി ജനാധിപത്യത്തിന് വേണ്ടിയും സംഘടനയുടെയും രാഷ്ട്രീയത്തിന്റെ മേൽക്കൈക്ക് വേണ്ടിയും VS അച്യുതാനന്ദന്റെ വ്യക്തിപൂജയെ എതിർത്ത് അങ്ങനെ പാർട്ടി എന്നിൽ വിശ്വാസമർപ്പിച്ച ഒരു മാധ്യമപ്രവർത്തകൻ. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് നിന്ന് റിട്ടയർ ചെയ്ത് നിൽക്കുമ്പോൾ എന്നോട് ആവശ്യപ്പെടുകയാണ്, താങ്കളെ പോലെ ഒരാൾ ഞങ്ങൾക്ക് വേണം. എന്ത് ഞാൻ പറഞ്ഞു, എനിക്ക് എന്താണ്, ഞാൻ പാർട്ടി അംഗമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് താങ്കൾ എന്ത് തരത്തിലാണ് ദേശാഭിമാനി സഹായിക്കാൻ പറ്റുക? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൺസൾട്ടിങ് എഡിറ്റർ ആക്കിക്കോളൂ, വേണമെങ്കിൽ എന്തെങ്കിലും ആക്കണമെങ്കിൽ. ഞാൻ അങ്ങോട്ട് ചോദിച്ചു പോയതല്ല, കാരണം എനിക്ക് ആ പാർട്ടിയുടെ പത്രപ്രവർത്തനത്തിൽ എന്തെങ്കിലും പങ്ക് വഹിക്കാൻ കഴിയുമെങ്കിൽ അത് ഞാൻ അവരെന്നെ പാർട്ടി പിണറായി വിജയൻ മുൻകൈയെടുത്ത് അങ്ങനെ എന്നെ ആ സ്ഥാനത്ത് ചെറിയ ശമ്പളത്തിൽ ഒരു ഓണറേറിയം പോലെ ശമ്പളത്തിൽ വെച്ചു.